പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ പേരിൽ ആരംഭിക്കാൻ കഴിയുന്ന നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന അഥവാ SSY. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. ഓരോ പാദത്തിലും സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്കുകൾ പുതുക്കാറുണ്ട്. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് 8.2%. പദ്ധതിയുടെ നിയമപ്രകാരം പെൺകുട്ടികൾക്ക് മാത്രമാകും അക്കൗണ്ട് ആരംഭിക്കുവാൻ സാധിക്കുക. മാത്രമല്ല 3 പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് 2 പേരുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ സുകന്യ സമൃദ്ധി യോജനയിൽ ചേരാൻ സാധിക്കും. മകൾക്ക് 18 വയസ്സ് തികയുമ്പോൾ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കാം. ഇനി നിക്ഷേപത്തിൻ്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ 2024 നിക്ഷേപം ആരംഭിച്ചെന്ന് കരുതുക. മകൾക്ക് 5 വയസ്സാണെന്നും കരുതുക. എല്ലാ മാസവും 4000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ എത്ര രൂപ ലഭിക്കും? 2024 നിക്ഷേപം ആരംഭിച്ചാൽ 2045 നിങ്ങൾക്ക് നല്ല റിട്ടേൺ ലഭിക്കും. നിങ്ങൾ എല്ലാ മാസവും 4000 രൂപ ലാഭിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 48,000 രൂപ നിക്ഷേപിക്കാൻ കഴിയും. 15 വർഷത്തേക്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണം. ഇതുപ്രകാരം 2045ഓടെ സുകന്യ സമൃദ്ധി യോജനയിൽ 7,20,000 രൂപ നിക്ഷേപിക്കും. 21 വർഷത്തിന് ശേഷമുള്ള കാലാവധി കഴിയുമ്പോൾ, അതായത് 2045 നിങ്ങൾക്ക് 15.14 ലക്ഷം പലിശ ലഭിക്കും. കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുകയും പലിശ തുകയും ഒരുമിച്ച് ലഭിക്കും. അത് മൊത്തം 22,34,000 രൂപ ആയിരിക്കും.